ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കർക്കിടക രാശി സ്ഥിതിയെ കുറിച്ചാണ്. കർക്കിടകം രാശിയിൽ 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ജൂൺ മാസം 7-ാം തീയതി വരെയുള്ള 65 ദിവസം അവിടെ തന്റെ നീചരാശിയാണ് കർക്കിടകം. ചൊവ്വയ്ക്ക് നീചം എന്ന് പറയുമ്പോൾ ഏറ്റവും ബലം കുറഞ്ഞിരിക്കുക. എന്നാൽ ഏതാനും ദിവസങ്ങൾ ഇടവിട്ടും ഏതാനും ആഴ്ചകൾ ഇടവിട്ടും അപ്രതീക്ഷിതമായിട്ട് ഈ ചൊവ്വ നീചഭംഗം ചെയ്ത് രാജയോഗം പ്രദാനം ചെയ്യുന്നു. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആ ചൊവ്വയുടെ അനുഗ്രഹങ്ങൾ ഏതെല്ലാം രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഓരോ അവസരത്തിലും ഉണ്ടാകുമ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് എന്താണ് വരാൻ പോകുന്നത്, ഭാഗ്യാവസ്ഥയുണ്ടോ, ഉടനെ തടസ്സങ്ങളൊക്കെ മാറുമോ എന്നൊക്കെ അറിയുന്നതിനൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഒരു അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ചൊവ്വയുടെ സ്ഥിതി വന്നു ചേരുക. അതായത് തുലാം രാശിക്ക് ധനസ്ഥാനത്തിന്റെയും നിവൃത്തി സ്ഥാനത്തിന്റെയും ആധിപത്യമാണ് ചൊവ്വയ്ക്കുള്ളത്. തുലാം രാശിയുടെ 2-ാം ഭാവമായ വൃശ്ചികം രാശിയുടെയും 7-ാം ഭാവമായ മേടം രാശിയുടെയും അധിപനായിരിക്കുന്ന ആ ചൊവ്വ 11-ാം ഇടത്തേക്കാണ് വന്നിരിക്കുന്നത്. 11-ാം ഇടം സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ്. ആ ഭാവത്തിൽ ആഗ്നേയഗ്രഹമായിരിക്കുന്ന ചൊവ്വ വരുന്നത് പല കാര്യങ്ങളും ആഗ്രഹം സാധിക്കുന്നതിനുള്ള യോഗത്തെയും ഭാഗ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ അധിക ദോഷ ദുഃഖ ദുരിതങ്ങളൊന്നും ഈ തുലാം രാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുകയുമില്ല. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. അതായത് തുലാം രാശിയിലേക്ക് ചൊവ്വ ആ കർക്കിടകം രാശിയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു. അത് ധന ആഗമന യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. കൂടാതെ ഒരു ദീർഘനാളുകളായിട്ട് ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം കൂടെ ഒരാൾക്ക് സാധിക്കുമെന്നല്ല പറഞ്ഞു. ദീർഘനാളുകളായിട്ട് സാധിക്കണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഈ തുലാം രാശിക്കാർക്ക് വന്നു ചേരും. അതായത് തുലാം രാശിയുടെ 4-ാം ഇടം അത് സുഖസ്ഥാനമായ മകരം രാശി, അത് ചൊവ്വയുടെ ഏറ്റവും ബലമുള്ള ഉച്ചരാശിയുമാണ്. ആ രാശിയിലേക്ക് പൂർണ്ണമായ വ്യാഴ ദൃഷ്ടിയും ചൊവ്വയുടെ ദൃഷ്ടിയും ഉള്ള ഈ സമയം ഭൂമി വന്നു ചേരുന്നതിനോ, ഗൃഹം വന്നു ചേരുന്നതിനോ, ഗൃഹം പുതുക്കി പണിയുന്നതിനോ, അതുപോലെ തന്നെ വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. എന്നാൽ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. പ്രായമായ മാതാപിതാക്കൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുക, കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണ കാര്യങ്ങൾ ആയാലും അധികം മാനസികമായ വിഷമമൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് 5-ാം ഭാവം. തുലാം രാശിക്ക് 5-ാം ഭാവമായ കുംഭം രാശിയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതായത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പരീക്ഷയെയോ പ്രത്യേകിച്ച് ഇന്റർവ്യൂവിനെയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ച് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും നല്ല രീതിയിൽ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് സ്കോർ ചെയ്ത് ഒരു ജോലി കരസ്ഥമാക്കുവാനും സാധിക്കും. തുലാം രാശിയുടെ
തൊഴിൽ സ്ഥാനം അത് വളരെ വിശേഷപ്പെട്ടതാണ്. തൊഴിൽ സ്ഥാനത്ത് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ വ്യാഴത്തിനോടുമൊക്കെ യോഗം ചെയ്തും ശുക്രനോട് യോഗം ചെയ്തുമൊക്കെ ബലവാനായിട്ട് വരുമ്പോൾ വളരെ അനുകൂലമാണ്. പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് മിലിറ്ററിയിലോ പോലീസിലോ ഒക്കെ ജോലിക്കായിട്ട് അപേക്ഷിച്ചിട്ട് കിട്ടാതെ, ഗവൺമെന്റ് ജോലിക്കൊക്കെ അപേക്ഷിച്ച് കിട്ടാതെ ഇന്റർവ്യൂ കാത്തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ പാസ്സായി അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഓർഡർ വരുന്നതിനും കൈപ്പറ്റുന്നതിനുമൊക്കെ തുലാം രാശിയുടെ 10ാം ഇടമായ കർക്കിടകം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ 11ാം ഭാവാധിപൻ, സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന 11ാം ഭാവാധിപനായിരിക്കുന്ന ആ ആദിത്യൻ ഏറ്റവും ഉച്ചരാശിയിൽ വന്നിരിക്കുന്നു. രാശ്യാധിപനായിരിക്കുന്ന ശുക്രനും ഏറ്റവും ബലവാനായിട്ട് ഉച്ചം ചെയ്ത് നിൽക്കുന്നു. അതൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ കടം വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്നവർ, വളരെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉള്ളവർ, ജാതകാലുള്ളവർക്കാണെങ്കിലും അതൊക്കെ കേസൊക്കെ വിട്ടുപോകുന്നതിനും മറ്റ് കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെ യോഗമുണ്ട്. ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ദേഷ്യമൊക്കെ ഒഴിവാക്കി പരമാവധി വിട്ടുവീഴ്ചയോടുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.